സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും പിന്നെ അതിനോടനുബന്ധിച്ച് വരുന്ന കുറച്ച് കാര്യങ്ങളുമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതില് 31 മുതൽ 60ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ്. 31 മുതൽ 60 വരെ 30 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സോഷ്യൽ സയൻസിന്റെ ഭാഗമായിട്ട് വരുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം, അതായത് ഇപ്പോഴും അത് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത്, ഓൺലി ആക്റ്റീവ് വോൾക്കാനോ ഇൻ ഇന്ത്യ, അതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഇതില് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ക്രാക്കാത്തോവ, മൗണ്ട് എറ്റ്ന, മൗണ്ട് പെലി, ബാരൻ ദ്വീപ്. അപ്പം ഇതില് ഓപ്ഷൻസിൽ 4 ഓപ്ഷൻസ് ആണുള്ളത്. ക്രാക്കാത്തോവ, മൗണ്ട് എറ്റ്ന, മൗണ്ട് പെലി ആൻഡ് ബാരൻ ദ്വീപ്. ഇതിന്റെ ആൻസർ വരുന്നത് ബാരൻ ദ്വീപ് ആണ് കേട്ടോ. അപ്പൊ ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, അതുമായിട്ട് വരുന്ന ഒരു ഇതാണ് ബാരൻ ദ്വീപ് എവിടെയാണ് വരുന്നത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇത് 2017 മുതൽ സജീവമാണ് കേട്ടോ. 2017 മുതൽ ഇത് സജീവം, അതായത് ആക്റ്റീവ് ആണ്, ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഇന്ത്യയിലെ അഗ്നിപർവ്വതങ്ങളൊന്നും അത്ര ആക്റ്റീവ് അല്ല. പിന്നെയും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന ഒരു നമ്മുടെ വോൾക്കാനോ വന്ന ഒരു ദ്വീപാണ് ബരാത്താങ് ദ്വീപ് കേട്ടോ. ബരാത്താങ് ദ്വീപിലും ഇതുപോലെ എന്തുണ്ടായിരുന്നു? ഇപ്പൊ അത് ആക്റ്റീവ് അല്ല. ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ളത് ബാരൻ ദ്വീപിലും മാത്രമേ ഉള്ളൂ. ഇതും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുള്ളതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ച് വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ബാരാത്താങ് ദ്വീപിലുള്ള ഒരു വോൾക്കാനയും കൂടെ എന്തായിരുന്നു? ആക്റ്റീവ് ആയിരുന്നു. രണ്ടാമത് വരുന്നത് അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിന്റെ പേര് എഴുതുക. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു ആൻസർ തന്നെയാണ്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. മെഗസ്തനീസ്, കൗഡില്യൻ, വരാഹമിഹിരൻ, അമരസിംഹൻ. അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും ഒന്ന് പറയാവോ? കൗഡില്യൻ. അതെ, കൗഡില്യൻ ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. അർത്ഥശാസ്ത്രം എഴുതിയിരിക്കുന്നത് കൗഡില്യൻ ആണ്. അപ്പൊ അതിൽ വേറൊരു പേരും കൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചാണക്യൻ എന്ന് പറഞ്ഞൊരു പേരും കൂടെ ഉണ്ട് അദ്ദേഹത്തിന്. അതുപോലെ ആരായിരുന്നു ചാണക്യൻ അല്ലെങ്കിൽ കൗഡില്യൻ? മൗര്യ സാമ്രാജ്യ ചക്രവർത്തി ആയിരുന്ന ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രി ആയിരുന്നു ഈ ഒരു കൗഡില്യൻ. അദ്ദേഹത്തിന് വേറൊരു പേരും കൂടി ഉണ്ട്, വിഷ്ണുഗുപ്തൻ. അപ്പൊ ചാണക്യൻ എന്നുള്ള പേരും കൗഡില്യൻ എന്നുള്ള പേരും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതല്ലാതെ വേറൊരു പേരും കൂടിയുണ്ട്, വിഷ്ണുഗുപ്തൻ. അപ്പൊ അദ്ദേഹമാണ് എന്ത് എഴുതിയിരിക്കുന്നത്? അർത്ഥശാസ്ത്രം എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് വരുന്നത്, ഇത് നമ്മുടെ 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫി ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സമുദ്ര ഫലകവും ഒരു വൻകര ഫലകവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു സമുദ്ര ഫലകവും ഒരു വൻകര ഫലകവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. സമുദ്രഫലകം താഴേക്ക് പോകുന്നു, വൻകര ഫലകം താഴേക്ക് പോകുന്നു, 2 ഫലകങ്ങളും താഴേക്ക് പോകുന്നു, 2 ഫലകങ്ങളും ഉയർത്തപ്പെടുന്നു. When an oceanic plate and a continental plate collide, the oceanic plate goes underneath, the continental plate goes underneath, both will go underneath, both will be lifted up. അപ്പൊ ഇതില് 4 ഓപ്ഷൻസില് ഒന്നാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് കേട്ടോ. സമുദ്രഫലകം താഴേക്ക് പോകുന്നു, അതാണ് ഉത്തരം. അപ്പൊ ഇനി എന്താണ് ഈ ഫലകങ്ങൾ എന്നൊക്കെ നിങ്ങൾ 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് പഠിപ്പിക്കുമ്പോഴൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയാം. നമുക്ക് പ്രധാനമായിട്ടും 7 ഫലകങ്ങളാണുള്ളത്. ഒന്നാമത്തേത് പസഫിക് ഫലകം, പിന്നെ അന്റാർട്ടിക്, വടക്ക് അമേരിക്കൻ, തെക്കേ അമേരിക്കൻ, ആഫ്രിക്കൻ, യൂറേഷ്യൻ ആൻഡ് ഇൻഡോ ഓസ്ട്രേലിയൻ. ഇതിൽ ഏറ്റവും വലിയ ഫലകം ഏതാണ്? അറിയോ? ഏറ്റവും വലുത് നമ്മുടെ പസഫിക് ഫലകം തന്നെയാണ് കേട്ടോ. പസഫിക് ആണ് ഏറ്റവും വലിയ ഫലകം.
അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വൻകര വിസ്ഥാപന സിദ്ധാന്തം. വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആൽഫ്രഡ് വാഗ്നർ ആണ് കേട്ടോ. അപ്പൊ എന്താണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോഴുള്ള എല്ലാ വൻകരകളും, അപ്പൊ ഇപ്പൊ എത്ര വൻകരകളാ ഉള്ളത്? എത്ര കോണ്ടിനെന്റ്സാ ഉള്ളത്? 7 7. ഓക്കെ. ഇതെല്ലാം എന്തായിരുന്നു എന്നാ പറയുന്നത്? എല്ലാം കൂടി ചേർന്ന് പാൻജിയ എന്ന് പറയുന്ന ഒരു വലിയൊരു വൻകരയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇന്നത്തെ പോലെ 7 വൻകരകളും അതുപോലെ തന്നെ 5 സമുദ്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ആകെ ഒരു വൻകര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ പേര് പാൻജിയ എന്നാണ്. അതിനെ ചുറ്റിയിട്ട് പന്തലാസ എന്ന പേരിൽ ഒരു സമുദ്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ആൽഫ്രഡ് വെഗ്നർ പറയുന്നത്. അദ്ദേഹം ഒരു ജർമ്മൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായിരുന്നു. 1912 ഈ ഒരു വൻകര വിസ്ഥാപന സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. ഇത് പിന്നീട് എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള വൻകര എന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് ഈ വൻകരകൾ ഉൾക്കൊള്ളുന്ന ഭാഗം സമുദ്രതട്ടിന്റെ മുകളിലൂടെ പതുക്കെ തെന്നി മാറിയിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഉള്ള 7 വൻകരകളും 5 സമുദ്രങ്ങളുമായിട്ട് മാറിയെന്നാണ് ആര് പറയുന്നത്? ആൽഫ്രഡ് വെഗ്നർ പറയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു സിദ്ധാന്തത്തിന്റെ പേര് വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്നാണ്. ആളുടെ പേര് ആൽഫ്രഡ് വെഗ്നർ. 1912 ഈ ഒരു ആശയം അദ്ദേഹം കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്ന് കാണുന്നത് പോലെ 7 വൻകരകളും 5 സമുദ്രങ്ങളും ഒന്നും പണ്ടുണ്ടായിരുന്നില്ല. അതായത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പാൻജിയ എന്ന് പറയുന്ന ഒരു വലിയൊരു വൻകരയും അതിനെ ചുറ്റി പന്തലാസ എന്ന് പറയുന്ന ഒരു സമുദ്രവും മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ ഇങ്ങനെ, അല്ലെങ്കിൽ അതിന്റെ മുകളിലൂടെ ഇങ്ങനെ പോയി പതുക്കെ മാറി മാറി ഇന്നത്തെ പോലെ 7 വൻകരകളും 5 സമുദ്രങ്ങളുമായിട്ട് മാറി എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഫലകങ്ങളുടെ കുറച്ച് അതിന്റെ ഒരു ഇത് പറയുന്നുണ്ട്. ചലനങ്ങൾ, ഫലക ചലനങ്ങൾ. അത് ഇങ്ങനെ 3 തരത്തിലാണ് ഈ ഫലക ചലനങ്ങൾ വരുന്നത്. ഒന്നാമത്തേത്, ഫലകങ്ങൾ എന്ത് ചെയ്യുക? രണ്ടും 2 സൈഡിലേക്ക് മാറാം. എ എന്ന് പറയുന്ന ഫലകവും ബി എന്ന് പറയുന്ന ഫലകവും എന്ത് ചെയ്യുക? അല്ലെങ്കിൽ 2 ഫലകങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. ഒന്നാമത്തെ ഫലകവും രണ്ടാമത്തെ ഫലകവും വിട്ടുപോവുക. അതായത് ഒന്ന് ഒരു സൈഡിലേക്ക്, അവിടെ ഏറോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഒരെണ്ണം ഇപ്പുറത്തെ സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്കാ പോകുന്നതെങ്കിൽ ഒരെണ്ണം എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിലേക്ക് പോവാ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ് റൈറ്റ് ലെഫ്റ്റ് എന്നുള്ളത്. ഒരേ സൈഡിലേക്ക് അല്ലാതെ രണ്ടും 2 സൈഡിലേക്ക് പോകുന്നതാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് വിയോജിക്കുകയാണ്. അവർ തമ്മിൽ എന്തോ ഒരു യോജിപ്പില്ല, അവർ രണ്ടും 2 സൈഡിലേക്ക് പോവാണ്. അതിനെ പറയുന്ന പേരാണ് വിയോജക സീമ. രണ്ടും എന്ത് ചെയ്യാണ്? 2 ദിശയിലേക്ക് പോവാണ്. പറഞ്ഞാൽ കേൾക്കാതെ അല്ലെങ്കിൽ അവർ കൂട്ടുകൂടാതെ 2 സൈഡിലേക്ക് പോകും. ഒരു വിയോജിപ്പുണ്ട് അവർക്കിടയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന പേരാണ് വിയോജക സീമ. ഇനി രണ്ടാമത്തെ നോക്കിയേ, രണ്ടും അടുത്തോട്ട് വരികയാണ്. ഒന്ന് അതിന്റെ അടിയിലേക്കും പോകുന്നുണ്ട്. അപ്പം അതിനെ നമ്മൾ അവർ രണ്ടുപേരും എന്ത് ചെയ്യണം? സംയോജിക്കുകയാണ്, രണ്ടുപേരും കൂട്ടുകൂടുകയാണ് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സംയോജക സീമ. രണ്ടും വിട്ട് 2 ദിശയിലേക്ക് പോകുന്ന വിയോജിപ്പുള്ള ആൾക്കാരാണെങ്കിൽ അതെന്താണ്? വിയോജക സീമ. രണ്ടുപേരും നല്ല കൂട്ടാണ്, അടുത്തോട്ട് വരികയാണ്, ചേർന്ന് നിൽക്കുകയാണ്, ഒന്നിന്റെ അടിയിലോട്ട് അങ്ങ് പോവാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സംയോജക സീമ. ഇനി മൂന്നാമത്തേത്, ഒന്നിലേക്ക് ഇങ്ങനെ ഒരസി നീങ്ങാണ്, ഇങ്ങനെ തെന്നി നീങ്ങാന്നൊക്കെ പറയില്ലേ. ഒന്നിന്റെ ടച്ച് ചെയ്തിട്ട് ഒന്ന് ഒരു സൈഡിലേക്കും ഒന്ന് മറ്റൊരു സൈഡിലേക്കും. അതിന്റെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഏറോ മാർക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഒന്ന് ഇപ്പുറത്തെ ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഒന്ന് അങ്ങോട്ടാ പോകുന്നത്. പക്ഷെ എന്താണ്? തമ്മിൽ ഒരസിയിട്ടാണ് പോകുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഛേദക സീമ. അപ്പൊ വിയോജിക്കുന്നത് വിയോജക സീമ, സംയോജിക്കുന്നത് സംയോജക സീമ, ഒന്നൊന്നിന് ഒരസി നീങ്ങുന്നത്, 2 സൈഡിലേക്ക് തന്നെയാണ് ഇതും പോകുന്നത്, പക്ഷെ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഛേദക സീമ. ഇനി ഇതിന് നമുക്ക് എക്സാമ്പിൾസ് പറയാം കേട്ടോ. അതായത് ഇപ്പൊ ഛേദക സീമയിൽ നമ്മൾ പറയുമ്പോൾ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശന മേഖല ഈ ഒരു ഛേദക സീമ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഫലക ചലനം നടന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു ഭൂരൂപമാണ് അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശന മേഖല ഛേദക സീമയ്ക്ക് ഉദാഹരണമാണ് കേട്ടോ. ഇവിടെ ഫലകങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നില്ല? നാശമൊന്നും സംഭവിക്കുന്നില്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസി നീങ്ങുന്നു എന്നല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ആ ഫലകങ്ങൾക്ക് നാശമൊന്നും സംഭവിക്കുന്നില്ല. അപ്പം ഛേദക സീമ അല്ലെങ്കിൽ ആ ചലനം ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സാൻ ആൻഡ്രിയാസ് ഭ്രംശന മേഖല. അത് അമേരിക്കയിലാണ് ഉള്ളത്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു
വിയോജക സീമ അല്ലെ, രണ്ടും വിയോജിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഈ മാഗ്മ പുറത്തോട്ട് വന്ന് അല്ലെങ്കിൽ ഭൂമിക്ക് അടിയിൽ നിന്ന് തിളച്ചു പറഞ്ഞ സംഭവം പുറത്തോട്ട് വന്നിട്ട് ഉണ്ടാവുന്ന ഒരു ഭൂരൂപം ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് സമുദ്രാന്തർ കിടങ്ങുകൾ എന്ന് പറയും കേട്ടോ. കിടങ്ങുകൾ, സമുദ്രാന്തർ, അതായത് സമുദ്രത്തിന്റെ അടിയിൽ ഉണ്ടാവുന്ന ഭൂരൂപങ്ങൾ. ഈ കിടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഈ നല്ല ആഴമുള്ള കുഴി അല്ലെങ്കിൽ നല്ല ആഴമുള്ള സംഭവം കേട്ടോ. അടുത്തത് സംയോജക സീമ. സംയോജക സീമ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സംയോജിക്കുകയാണ്, കൂട്ടുചേരുകയാണ് അല്ലെ. കൂട്ടുചേരുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫലകത്തിന് നാശം സംഭവിക്കുന്നുണ്ട്. ഛേദക സീമയിൽ അടുത്ത് തെന്നി നീങ്ങുവാണെങ്കിലും അവർക്ക് ആ രണ്ട് ഫലകങ്ങൾക്കും നാശം സംഭവിക്കുന്നില്ല. പക്ഷെ സംയോജക സീമയിൽ ഒന്നിന്റെ അടിയിലോട്ട് പോവാണല്ലോ, അപ്പൊ അതിലെ ഒന്നിന് നാശം സംഭവിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഭൂരൂപമാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ അതിന്റെ ഫലമാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഹിമാലയൻ പർവ്വതം, അതുപോലെ ആൽപ്സ് മൗണ്ടെയിൻ ഒക്കെ കേട്ടോ. സംയോജക സീമയ്ക്ക് ഉദാഹരണമാണ് ഹിമാലയ. സംയോജക സീമയ്ക്ക് ഉദാഹരണമല്ല, ആ ചലനത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് ഹിമാലയവും ആൽപ്സ് മൗണ്ടെയിനും ഒക്കെ. വിയോജക സീമയ്ക്ക് ഉദാഹരണമാണ് സമുദ്രാന്തർ കിടങ്ങുകള്. ഛേദക സീമയ്ക്ക് ഉദാഹരണമാണ് നമ്മുടെ സാൻ ആൻഡ്രിയാസ് ഭ്രംശന മേഖല. മനസ്സിലായോ? ഓക്കെ, അടുത്തത് പറയുന്നത് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്. ജവഹർലാൽ നെഹ്റു, അരുണ ആസഫ് അലി ഖാൻ, അബ്ദുൽ ഗാഫർ ഖാൻ, മുഹമ്മദ് അലി. ഹൂ നോൺ ആസ് ഫ്രണ്ടിയർ ഗാന്ധി? ജവഹർലാൽ നെഹ്റു, അരുണ ആസഫ് അലി ഖാൻ, അബ്ദുൽ ഗാഫർ ഖാൻ, മുഹമ്മദ് അലി. ഇതിന്റെ ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്, ഖാൻ, അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പൊ ഇതുപോലെ നമുക്ക് കുറെ ഗാന്ധിമാരുണ്ട്. കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ആർക്കെങ്കിലും അറിയോ? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെ? കെ കേളപ്പൻ. ഇനി അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മോഹൻദാസ് ഗാന്ധി എന്ന കൃതി രചിച്ചത് ആരാണ്? അത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് മോഹൻദാസ് ഗാന്ധി എന്ന കൃതി രചിച്ചത്. ദെൻ അതുപോലെ തന്നെ അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് മാർട്ടിൻ ലൂതർ കിങ് ആണ് കേട്ടോ. അതുപോലെ ബച്ചാഖാൻ എന്നറിയപ്പെടുന്നതും നമ്മുടെ ഈ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ തന്നെയാണ്. ബച്ചാഖാൻ എന്നും കൂടെ അദ്ദേഹത്തിന് ഒരു പേരുണ്ട്. അതുപോലെ അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് മാർട്ടിൻ ലൂതർ കിങ് ആണ്. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബ ആംടെയാണ്. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണൻ നായരാണ്. ദെൻ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് MK കുമാരൻ മാസ്റ്റർ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അപ്പൊ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതും ബച്ചാ ഖാൻ എന്നറിയപ്പെടുന്നതും ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് കേട്ടോ. ഇനി കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. മോഹൻദാസ് ഗാന്ധി എന്ന കൃതി രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ മാർട്ടിൻ ലൂതർ കിങ്. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബ ആംടെ. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണൻ നായർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ. അടുത്തത് എക്കൽ വിശറികളെ സൃഷ്ടിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് കുറെ ജിയോമോർഫിക് ഏജൻസ്, ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്ന കുറെ ഏജൻസിനെ കുറിച്ച് അറിയാം. കാറ്റ്, ഭൂഗർഭജലം, തിരമാല, ഒഴുകുന്ന ജലം, ഇങ്ങനെയൊക്കെ. അതായത് വിൻഡ്, ഗ്രൗണ്ട് വാട്ടർ, വേവ്സ്, റണ്ണിങ് വാട്ടർ. ഇതിലൊരെണ്ണം കൂടി ഉണ്ട്, ഗ്ലേഷ്യർ എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട്. അപ്പം ഇതില് എക്കൽ വിശറികളെ സൃഷ്ടിക്കുന്നത് ആരാണ്? സോറി ഒരു മിനിറ്റ്. ഓക്കെ, എക്കൽ വിശറികളെ സൃഷ്ടിക്കുന്നത് ആരാണ്? അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, അത് എക്കൽ എന്ന് പറയുമ്പം നമ്മുടെ ഈ നദിയുടെ തീരത്തൊക്കെ വരുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമുക്ക് തിരമാലകളിലും വന്നേക്കാം. അപ്പൊ ഇതിലെ തിരമാലയാണോ ഒഴുകുന്ന ജലമാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നേക്കാം. പക്ഷെ ഒഴുകുന്ന ജലമാണ് എക്കൽ വിശറികൾ. അല്ലെങ്കിൽ നമുക്കറിയാലോ ഈ നദീ തീരങ്ങളിലാണ് കൂടുതലും അലൂവിയൽ സോയിലൊക്കെ കാണപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എക്കൽ വിശറികളെ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ അലൂവിയൽ ഫാൻസിനെ സൃഷ്ടിക്കുന്നത് റണ്ണിങ് വാട്ടർ ആണ്. ഇനി കുറച്ച് ഭൂരൂപങ്ങളും അതുണ്ടാക്കുന്ന സംഭവങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഇതും 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫി ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതാണ്.
കാറ്റുണ്ടാക്കുന്നതാണ് ബർക്കനുകളും മണൽക്കൂനകളും. അതായത് നമ്മുടെ ഇവിടെയൊക്കെ ഈ ഡെസേർട്ടിലൊക്കെ ഉണ്ടാക്കുന്ന, മരുഭൂമിയിലൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് ഭൂരൂപങ്ങൾ, ബർക്കൻ, മണൽക്കൂട, അതായത് സാൻഡ് ഡ്യൂൺസ്, മണൽക്കൂനകള്. അതുപോലെ ഒഴുകുന്ന ജലം ഉണ്ടാക്കുന്നതാണ് താഴ്വരകള്, വീരൂപ താഴ്വരകള്. അതുപോലെ തന്നെ മിയാണ്ടറുകള്, ഓക്സ്ബോ ലേക്സ്. മിയാണ്ടറുകള് അതിൽ ഒഴുകുന്ന തടസ്സം വന്നിട്ടാണ് ഓക്സ്ബോ ലേക്സ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഇനി പഠിപ്പിക്കാൻ പോകുന്നതാണ് അല്ലെ. താഴ്വരകള്, മിയാണ്ടറുകൾ, അതിൽ തന്നെ നമുക്ക് ഓക്സ്ബോ തടാകങ്ങൾ പറയാം. പിന്നെ ഹിമാനിയാണ് ഗ്ലേഷ്യേഴ്സിന്റെ മലയാളമാണ് ഹിമാനി. അതുണ്ടാക്കുന്നത് സിർക്കുകള്, ചാരുകസേരയുടെ രൂപത്തിലുള്ള ഭൂരൂപം ഏതാണെന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതാണ് സിർക്കുകൾ. അതുണ്ടാക്കുന്നത് ഹിമാനിയാണ്, ഗ്ലേഷ്യേഴ്സ് ആണ്. അതുപോലെ തന്നെ യു രൂപ താഴ്വരകൾ, വി രൂപ താഴ്വരകളുണ്ട്, യു രൂപ താഴ്വരകളുണ്ട്. വി രൂപ താഴ്വരകൾ ഉണ്ടാക്കുന്നത് നമ്മുടെ നദിയാണ്, ഒഴുകുന്ന ജലമാണ്. യു രൂപ താഴ്വരകൾ ഉണ്ടാക്കുന്നത് ഹിമാനിയാണ്. അതുപോലെ സിർക്കുകൾ, ചാരുകസേരയുടെ രൂപത്തിലുള്ള ഭൂരൂപം ഏതാണെന്ന് ചോദിച്ചാൽ അത് സിർക്കുകളാണ്. അതുണ്ടാക്കുന്നത് ഹിമാനി. ദെൻ തിരമാല ഉണ്ടാക്കുന്നത് ക്ലിഫുകള്, അതുപോലെ തന്നെ സ്തംഭങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ കാറ്റുണ്ടാകുന്ന നമ്മളിപ്പോൾ മരുഭൂമിയിലെ മറ്റേ ഇതൊക്കെ, മരുഭൂമി എപ്പോ വരക്കുമ്പോഴും നമ്മളിങ്ങനെ മണൽക്കൂനകൾ വരക്കാറുണ്ട് അല്ലെ. ആ മണൽക്കൂനകളും ബർക്കനുകളുമാണ് കാറ്റുണ്ടാക്കുന്നത്. പിന്നെ ഒഴുകുന്ന ജലം താഴ്വരകളും, അത് പ്രത്യേകിച്ചും വി രൂപ താഴ്വരകളും മിയാൻഡറുകളാണ് ഉണ്ടാക്കുന്നത്. ഹിമാനി സിർക്കുകളും യു രൂപ താഴ്വരകളാണ് ഉണ്ടാക്കുന്നത്. പിന്നെ തിരമാലകള് ക്ലിഫുകളും സ്തംഭങ്ങളുമാണ് ഉണ്ടാക്കുന്നത്. തിരമാല വന്നടിച്ചടിച്ച് ആ കടൽ തീരത്ത് ഉണ്ടാവുന്ന കല്ലുകൾക്ക് രൂപം മാറ്റം സംഭവിച്ചത് സ്തംഭത്തിന്റെ രൂപത്തിലാവുന്നത് പോലെ ചെങ്കുത്തായ ചെങ്കല്ലിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഈ നമ്മുടെ കൊല്ലത്ത് വർക്കല ബീച്ചിലൊക്കെ ഇതിന്റെ രൂപങ്ങൾ കാണാം കേട്ടോ. അടുത്തത് വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകരെ കണ്ടെത്തുക. അപ്പൊ ഇതില് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ബാബർ അല്ല, ബാബറും അക്ബറും ഒക്കെ ഏതിലാ വരുന്നത്? മുഗൾ രാജവംശത്തിലാണ് വരുന്നത് അല്ലെ. ഇൽത്തുമിഷും ബാൽബനും ഉണ്ട്, ജഹാംഗീറും ഷാജഹാനും ഉണ്ട്, ഹരിഹരനും ബുക്കനും ഉണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം ഏതാണ്? ഹരിഹരനും ബുക്കനുമാണ്. കാരണം ബാബറും അക്ബറും ജഹാംഗീറും ഷാജഹാനും ഒക്കെ ഏതിൽ വരുന്നതാണ്? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള, നിങ്ങൾക്ക് അറിയുന്നതാണ്. അത് മുഗൾ രാജവംശത്തിൽ വരുന്നതാണ്. ഇനി ഇൽത്തുമിഷും ബാൽബനും വരുമ്പോൾ നമ്മൾ ഏതിലാ വരുന്നത്? അത് സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ വരുന്നതാണ്. അപ്പൊ അതിന്റെ ഉത്തരം ഏതാണ്? ഹരിഹരനും ബുക്കനും ആണ് ഉത്തരം വരുന്നത്. അപ്പൊ മുഗൾ രാജവംശത്തിന്റെ സ്ഥാപകനാണ് ബാബർ. ഞാൻ ഇൽത്തുമിഷ് വരുമ്പോ അടിമ രാജവംശമുണ്ട്, നമ്മുടെ കുത്തബുദ്ദീൻ ഐബക്കൊക്കെ വരുന്ന അടിമ രാജവംശത്തിന്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നതാണ് ഇൽത്തുമിഷ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് നവോത്ഥാനത്തിന്റെ പിതാവ്. നവോത്ഥാനത്തിന്റെ പിതാവ്, ഇത് 2 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവിനെയും ചോദിക്കാറുണ്ട്, വെറും നവോത്ഥാനത്തിന്റെ പിതാവെന്നും ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ ഫാദർ ഓഫ് റിനസൻസ് എന്നാണ്. 4 പേരുടെ പേരുണ്ട്: പെട്രാർക്ക്, ദാന്തെ അലഗിരി, ഇറാസ്മസ്, ഡൊണാട്ടെല്ലോ. അപ്പൊ നമ്മളിത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? പെട്രാർക്കാണ് ഉത്തരം കേട്ടോ. ഓപ്ഷൻ എ പെട്രാർക്കാണ് ഉത്തരം. ഇനി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് രാജാറാം മോഹൻ റോയ് ആണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരായിരിക്കും ഉത്തരം? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആർക്കെങ്കിലും അറിയോ? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാന്ന്? ആലോചിച്ച് നോക്ക. നിങ്ങൾ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ പേര് എടുക്കുമ്പോ ഫസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ആരുടെ പേരാ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. അദ്ദേഹമാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ലോകത്തിന്, അല്ലെങ്കിൽ നമ്മൾ നവോത്ഥാനത്തിന്റെ പിതാവും എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് പെട്രാർക്കും, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് ചോദിക്കുമ്പോൾ അത് രാജാറാം മോഹൻ റോയ് ആണ്. ദെൻ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് ചോദിക്കുമ്പോൾ അത് ശ്രീനാരായണ ഗുരു ആണ് കേട്ടോ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കൂലിത്തൊഴിൽ പദ്ധതി തിരിച്ചറിയുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കൂലിത്തൊഴിൽ പദ്ധതി തിരിച്ചറിയുക. ഇത് പേരിൽ തന്നെ ഉള്ളതാണ് ആൻസർ വരുന്നത്. എന്നാലും നമുക്കൊന്ന് ഓപ്ഷൻസ് നോക്കി നോക്കാം.
അന്നപൂർണ ഉണ്ട്, ഉച്ചഭക്ഷണ പരിപാടി ഉണ്ട്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ട്, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യമുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഉച്ചഭക്ഷണ പരിപാടി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മിഡ് ഡേ മീൽ സ്കീം അല്ലെ, അതെല്ലാന്ന് അറിയാം. പിന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ തന്നെ ഉണ്ട് കൂലി കൊടുക്കുന്നതാണ് അല്ലെ. അത് നമ്മുടെ കുടുംബശ്രീ പോലുള്ള നമ്മുടെ ഇവിടെ ആളുകൾ നമ്മുടെ വീടിന്റെ പരിസരമൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് അല്ലെ. അതെന്താണ് അവർക്ക് എന്താണ് ദിവസക്കൂലിയായിട്ട് അവർക്ക് ഇത് കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ കൂലിത്തൊഴിൽ പദ്ധതി തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അപ്പൊ ഇതിൽ മറ്റ് മൂന്ന് ഓപ്ഷനിൽ ഉച്ചഭക്ഷണ പരിപാടി എന്താന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ അതിന്റെ മറ്റേത് രണ്ടും പറയാം. അന്നപൂർണ പദ്ധതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അന്നപൂർണ പദ്ധതിയില് 65 വയസ്സ് പ്രായമുള്ള, ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, 65 വയസ്സ് പ്രായമുള്ള എന്താ പറയാ ഒട്ടും എന്താ പറയാ ഉപജീവന മാർഗമില്ലാത്ത ആളുകൾക്ക് 10 കിലോ ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന പരിപാടിയാണ് അന്നപൂർണ പദ്ധതി എന്ന് പറയുന്നത്. 65 വയസ്സ് പ്രായമുള്ള തുച്ഛമായ അല്ലെങ്കിൽ തീരെ ഉപജീവന മാർഗം ഇല്ലാത്ത, ഒന്നെങ്കിൽ കിട്ടുന്നത് വളരെ കുറവും അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തവർക്ക് പ്രതിമാസം എന്ത് ചെയ്യുക 10 കിലോ ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ എന്താണ് ഇതിന്റെ സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അത് നിങ്ങൾക്ക് അറിയാലോ, 2005 സെപ്റ്റംബറിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2005 സെപ്റ്റംബറിലാണ് കേട്ടോ. ഇനി ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം, ഇതെന്താന്ന് വെച്ചാല് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം വഴി നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ്. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് ഇതില് എങ്കിൽ ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ NRLM. സ്വർണ്ണ ജയന്തി റോസ്ഗാർ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആദ്യം, സ്വർണ്ണ ജയന്തി റോസ്ഗാർ യോജന. അതാണ് പിന്നീട് എന്തായിട്ട് മാറ്റിയത്, ദേശീയ ഉപജീവന മിഷൻ ആയിട്ട് 2011 ജൂണിലാണ് അതിന്റെ മാറ്റം വരുത്തിയത്. ഇതിന്റെ ആദ്യത്തെ പേരാണ് സ്വർണ്ണ ജയന്തി റോസ്ഗാർ യോജന. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ദാരിദ്ര്യം ഇല്ലാതാക്കുക, ഇത് എല്ലാവർക്കും ഒരുപോലെ എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് എടുത്തു പറയുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ അല്ലെങ്കിൽ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കൂലിത്തൊഴിൽ പദ്ധതി തിരിച്ചറിയുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഓപ്ഷൻ സി ആണ് ഉത്തരം. then അന്നപൂർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 60-65 വയസ്സിന് മേലെയുള്ള തീരെ വരുമാനം ഇല്ലാത്ത, തുച്ഛമായ വരുമാനമുള്ള വയസ്സായ ആളുകൾക്ക് പ്രതിമാസം അരി ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന പദ്ധതിയാണ്. ദെൻ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന സ്വർണ്ണ ജയന്തി റോസ്ഗാർ യോജന എന്നുള്ള അത് പേര് മാറ്റിയാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യമായിട്ട് മാറിയത് കേട്ടോ. അടുത്തത്, ഇന്ത്യയുടെ ഏതാണ്ട് മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന ഒരു പ്രധാന അക്ഷാംശ രേഖ ഏതാണെന്നാണ്. അപ്പൊ ഓപ്ഷൻസ് ഉണ്ട്, 23.5 ഡിഗ്രി സൗത്ത്, 66.5 ഡിഗ്രി നോർത്ത്, 23.5 ഡിഗ്രി നോർത്ത്, 66.5 ഡിഗ്രി സൗത്ത്. അപ്പൊ ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം കേട്ടോ. ഇന്ത്യയുടെ ഏതാണ്ട് മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന ഒരു പ്രധാന അക്ഷാംശ രേഖ, ഓപ്ഷൻ സി ആണ് ഉത്തരം, 23.5 ഡിഗ്രി നോർത്ത്. ഇനി 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാണ്? ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാ? സെൻട്രലിലുള്ളത് ഒരു റൗണ്ട് വരച്ച് സെൻട്രലിൽ വരയ്ക്കുന്ന അതിനെ നമ്മൾ എന്താ പറയാ? ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ. ഇനി ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏതാണ്? ആ പേരിനകത്ത്, ആ രാജ്യത്തിന്റെ പേരിനകത്തുള്ള ഒരു ഇതാണ് കേട്ടോ, ഇതിനകത്തുണ്ട് പേര്. ആ പേരിനകത്തുള്ള, അത് ആ രാജ്യത്തിന്റെ പേരിനകത്തുള്ള രണ്ടാമത്തെ വാക്ക് ഈ ക്വസ്റ്റ്യനിലുണ്ട്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏതാണ്?
ഏക ഏഷ്യൻ രാജ്യം. ഏഷ്യയാണോ? ഏതാണ്? ഏഷ്യനാണോ? ഏഷ്യൻ രാജ്യം. രാജ്യത്തിന്റെ പേരാ? മധ്യപ്രദേശ്. അല്ലല്ല, രാജ്യത്തിന്റെ പേരാ. സുമാത്ര ദ്വീപൊക്കെ ഉള്ളത് എവിടെയാ? സുനാമി എന്നൊക്കെ കേൾക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന രാജ്യം ഏതാ? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ. ഓക്കെ, ഇന്തോനേഷ്യ കേട്ടോ. അപ്പൊ ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഭൂമധ്യരേഖ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ. ഓക്കെ, വെരി ഗുഡ്. അടുത്തത്, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? അപ്പൊ ദത്തവകാശ നിരോധന നിയമം എന്താണെന്നറിയാവോ? പണ്ട് കാലത്ത് നമ്മുടെ ഇവിടെ ഈ നാട്ടുരാജ്യങ്ങളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പം ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന സമയത്ത് ഈ മക്കളില്ലാത്ത അതായത് അനന്തരാവകാശികൾ ഇല്ലാത്ത നാട്ടുരാജാക്കന്മാർ എന്ത് ചെയ്യുമായിരുന്നു? ആരെങ്കിലും ദത്തെടുക്കുമായിരുന്നു. അവരുടെ രാജ്യം അല്ലെങ്കിൽ അവരുടെ ആ പരമ്പര നിലനിർത്താൻ വേണ്ടി അവർ ദത്തെടുക്കുമായിരുന്നു ഏതെങ്കിലും ഒരു ഫാമിലിയിൽ നിന്ന്. അപ്പൊ അടുത്ത തലമുറ അല്ലെങ്കിൽ അവർക്ക് മക്കളില്ലെങ്കിൽ അവർ ആ ദത്തെടുക്കുന്ന ആളാണ് അവിടുത്തെ അടുത്ത അവകാശി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ബ്രിട്ടീഷുകാർ വന്നപ്പം ഇവരെന്ത് ചെയ്തു? അത് നിരോധിച്ചപ്പം എന്ത് ചെയ്യും? അങ്ങനെയുള്ള മക്കളില്ലാത്ത അല്ലെങ്കിൽ അനന്തരാവകാശികൾ ഇല്ലാത്ത രാജാവ് രാജ്ഞി മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്ത് ആർക്ക് കിട്ടും? ബ്രിട്ടീഷുകാർക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയത് ദത്തവകാശ നിരോധന നിയമം, അതായത് ദത്തെടുക്കുന്നത് നിരോധിച്ച നിയമം പാസ്സാക്കിയത് ആരാണെന്നാണ്. അത് ഓപ്ഷൻ സി ആണ്, ഡൽഹൌസി പ്രഭു. വെല്ലസ്ലി പ്രഭു ഉണ്ട്, കഴ്സൺ പ്രഭു ഉണ്ട്, ഡൽഹൌസി പ്രഭു ഉണ്ട്, ലിട്ടൺ പ്രഭു ഉണ്ട്. അപ്പൊ ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി പ്രഭു ആണ് നിരോധിച്ചത്, അത് നടപ്പിലാക്കിയത്. അതായത് ദത്തവകാശ നിരോധന നിയമം കേട്ടോ. ദത്തവകാശം അല്ലെങ്കിൽ ദത്തെടുക്കുന്ന ആ ഒരു സംഭവം നിരോധിച്ചിട്ടുകൊണ്ടുള്ള നിയമം പാസ്സാക്കിയത് ഡൽഹൌസി പ്രഭു ആണ്. അപ്പൊ ഇനി നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, സൈനിക സഹായ വ്യവസ്ഥ. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ദുർബലരായിട്ടുള്ള നാട്ടുരാജാക്കന്മാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരോട് പറയും, നിങ്ങളെ പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിക്കുമ്പോൾ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ പകരം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇത് ഞങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ വീട് നമ്മൾ വേറൊരാൾക്ക് എഴുതി കൊടുത്തിട്ട് നമ്മൾ ആ വീട്ടിൽ താമസിക്കുക. എന്നിട്ട് നമ്മൾ ആരെങ്കിലും ആക്രമിക്കുമ്പം ഈ ആ ഉടമസ്ഥൻ ഉണ്ടല്ലോ, നമ്മൾ മാറ്റി കൊടുത്ത ഉടമസ്ഥൻ നമ്മളെ സംരക്ഷിച്ചുകൊള്ളും എന്ന് പറഞ്ഞ് പറ്റിച്ച് അവരെന്ത് ചെയ്യുക, നാട്ടുരാജ്യം എഴുതി വാങ്ങിക്കുന്ന ഒരു പരിപാടി. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ കേട്ടോ, സൈനിക സഹായ വ്യവസ്ഥ. അത് നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു ആണ്. അതുപോലെ നമ്മുടെ രാജാറാം മോഹൻ റോയിയുടെ ശ്രമഫലമായിട്ട് ഇവിടെ സതി, പണ്ട് കാലത്ത് സതി എന്നുള്ള ഒരു ആചാരം ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാലോ സതി എന്താന്ന്. അത് നിരോധിച്ചത് വില്യം ബെൻഡിക് പ്രഭു ആണ് കേട്ടോ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു, സതി നിരോധിച്ചത് വില്യം ബെൻഡിക് പ്രഭു. ബംഗാൾ വിഭജനം ഉണ്ടായിരുന്ന 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കി അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രഭുവാണ് കഴ്സൺ പ്രഭു, ലോർഡ് കഴ്സൺ, ലോർഡ് വെല്ലസ്ലി, അതുപോലെ തന്നെ ലോർഡ് വില്യം ബെൻഡിക്. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്നതിൽ സംഘസാഹിത്യം ഏത്? 8ാം ക്ലാസ്സിലെ ഒരു ഹിസ്റ്ററി പോർഷനിൽ വരുന്ന ഒരു ഭാഗമാണ്. അതിനകത്ത് മറ്റേ തമിഴ് ഔവയാറിനെ കുറിച്ചിട്ടും അതുപോലെ പഴന്തമിഴ് പാട്ട് അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ചുവടെ നൽകിയിരിക്കുന്നതിൽ സംഘസാഹിത്യം ഏത്? മുദ്രരാക്ഷസുണ്ട്, അഭിജ്ഞാന ശാകുന്തളം ഉണ്ട്, പതിറ്റുപത്തുണ്ട്, ദേവി ചന്ദ്രഗുപ്തം ഉണ്ട്. ആർക്കെങ്കിലും ആൻസർ അറിയോ? പതിറ്റുപത്താണ് ആൻസർ വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് സംഘം കൃതികള്? പത്തുപാട്ട്, എട്ടുത്തൊകൈ, 17 കീഴ്ക്കണക്ക്, വ്യാകരണ ഗ്രന്ഥം, മഹാകാവ്യങ്ങൾ. ഇതിനകത്ത് പ്രധാന കൃതികളുടെ പേരാണ് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അകനാനൂറ്, പുറനാനൂറ്. ഇനി ഇതിനകത്ത് ഈ ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു സാധനമാണ് തിണകള്. ഇതെപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. 5 പ്രദേശങ്ങളുണ്ട്. ആ 5 പ്രദേശങ്ങൾക്ക് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വരണ്ട പ്രദേശം, കൃഷി പ്രദേശം, പുൽമേടുകള്, കടൽ തീരം, പർവ്വത പ്രദേശം. അതായത് അന്നത്തെ കാലത്ത് അവരുടെ പ്രദേശങ്ങളെ, റീജൻസിനെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന സ്ഥലം നമ്മളിപ്പം പറയില്ല ഇങ്ങനെ
എന്താണ് തീരപ്രദേശം അല്ലെങ്കിൽ സമതലം അങ്ങനെയൊക്കെ പറയുന്ന പോലെ മരുഭൂമി എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, തിണകളായിട്ട് 5 തിണകളായിട്ട് ഓരോ പ്രദേശത്തിനും തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പാലൈ. പാലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയൊക്കെ പോലത്തെ വരണ്ട പ്രദേശമാണ് പാലൈ. മരുതം എന്ന് പറയുന്നത് കൃഷി ചെയ്യുന്ന എന്താണ് സ്ഥലത്തിനെയാണ്, അല്ലെങ്കിൽ ഒരു വയൽ പ്രദേശമൊക്കെ ഇല്ലേ അതിനെയാണ് അവർ മരുതം എന്ന് പറയുന്നത്. മുല്ലൈ എന്ന് പറയുമ്പോൾ പുൽമേടുകൾ അല്ലെങ്കിൽ കാട് പോലുള്ള പ്രദേശങ്ങളാണ് മുല്ലൈ എന്ന് പറയുന്നത്. നെയ്തൽ എന്ന് പറയുമ്പോൾ കടൽ തീരമാണ്, കടൽ. കുറിഞ്ചി എന്ന് പറയുമ്പോൾ പർവ്വതം. അപ്പൊ ഞാനൊക്കെ പഠിച്ചിരുന്നത് പാലൈ മരുഭൂമി, മരുത കൃഷി, മുല്ലക്കാട്, നെയ്തൽ തീരം, കുറിഞ്ചി മല അങ്ങനെ പറഞ്ഞ് അതിനെ അങ്ങനെ രണ്ടിനെ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പെട്ടെന്ന് അതിനെ നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവും. അതായത് പാലൈ മരുഭൂമി, മരുത കൃഷി, മുല്ലക്കാട്, നെയ്തൽ തീരം, കുറിഞ്ചിമല അതായത് പർവ്വത പ്രദേശമാണല്ലോ. അപ്പൊ കുറിഞ്ചിമല എന്ന് പറയുമ്പോൾ കുറിഞ്ചി എന്ന് പറയുന്ന മലമ്പ്രദേശം, പർവ്വത പ്രദേശമാണ്. നെയ്തൽ തീരം എന്ന് പറയുമ്പോൾ നെയ്തൽ കടൽ തീരമാണ്. മുല്ലക്കാട് പറയുമ്പോൾ അതൊരു കാട്, പുൽമേടുള്ള സ്ഥലമാണ്. മരുത കൃഷി പറയുമ്പോൾ മരുത കൃഷി പ്രദേശത്തിന് പറയുന്ന പേരാണ്. പാലൈ മരുഭൂമി എന്ന് പറയുമ്പോൾ അതൊരു മരുപ്രദേശം, വരണ്ട പ്രദേശമാണ്. അങ്ങനെ കണക്ട് ചെയ്തിട്ട് പഠിച്ചാൽ മതി കേട്ടോ. അടുത്തത് ബൃഹദേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇതിന്റെ ഓപ്ഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. വേലൂര്, മഹാബലിപുരം, തഞ്ചാവൂര്, ഹംപി. എവിടെയാണ്? തഞ്ചാവൂരാണ് അതിന്റെ ഉത്തരം. ഇനി വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന പുരാതന നഗരമാണ് ഹംപി. ഇവിടെ ഓപ്ഷനിൽ ഹംപി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഹംപി എന്താന്ന് പറയുന്നത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന പുരാതന നഗരമാണ് ഹംപി. ആ ഹംപിയിലുള്ള ഒരു ക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം. പിന്നെ ഈ ഹംപിക്ക് ഒരു പ്രത്യേകതയുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഹംപിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഹംപിയുടെ ഒരു പിക്ചർ. ഈ പിക്ചർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എവിടെയാ? ഒരു നോട്ടിനകത്തുണ്ട്. അല്ല, ഒരു നോട്ടിനകത്തുണ്ട്. ഏത് രൂപയുടെ നോട്ടിലാന്നറിയോ? നമ്മുടെ കളർഫുൾ നോട്ടുകളിൽ ഓരോന്നിലും ഓരോ പിക്ചേഴ്സ് ആണല്ലോ. 100 ഇതാട്ടോ, 50 രൂപന്റെ നോട്ടില് സെയിം പിക്ചർ ആട്ടോ. അപ്പൊ ഓരോ നോട്ടിൽ ഓരോ പിക്ചേഴ്സ് ആണല്ലോ, അത് നിങ്ങൾ നോക്കി വെച്ചോട്ടോ. ചിലപ്പം ചോദിക്കാറുണ്ട് ഓരോ നോട്ടിനകത്തുള്ള പിക്ചേഴ്സ്. ഓക്കെ, അടുത്തത് കുളച്ചിൽ യുദ്ധം നടന്ന വർഷം. 1764 ഉണ്ട്, 1741, 1757, 1721. വെരി ഗുഡ്. ബി ആണ്, ഓപ്ഷൻ ബി ആണ്, 1741 ഉത്തരം. അപ്പൊ ബാക്കിയുള്ള വർഷങ്ങളിൽ എന്താണ് നടന്നതെന്ന് നോക്കാട്ടോ. ബക്സാർ യുദ്ധമാണ് 1764 നടന്നത്, ബക്സാർ യുദ്ധം. ദെൻ 1757 നടന്നത് പ്ലാസി യുദ്ധം. ദെൻ 1721 ആറ്റിങ്ങൽ കലാപം. 1741 നമ്മുടെ കുളച്ചിൽ. അപ്പൊ ആ 3 ഓപ്ഷന്റെ ഉത്തരങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതൊക്കെ നടന്ന യുദ്ധങ്ങൾ ഏതൊക്കെയാണ്? അടുത്തത്, ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്നത് ആരെയാണ്? ധവളം എന്ന് പറഞ്ഞാൽ കളർ ഏതാ? ധവളം എന്ന് പറഞ്ഞൊരു നിറമാണ്. വൈറ്റ്. അപ്പൊ വൈറ്റ് എന്ന് വെച്ചാൽ അത് പാലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിപ്ലവമാണ്. അപ്പൊ അതിന്റെ ഓപ്ഷൻസ് MS സ്വാമിനാഥൻ, ദുർഗേഷ് പട്ടേല്, വർഗീസ് കുര്യൻ, ഹീരാലാൽ ചൗധരി. വർഗീസ് കുര്യൻ ആണെന്ന് തോന്നുന്നു. ഓപ്ഷൻ സി വർഗീസ് കുര്യൻ ആണ് ഉത്തരം. ദെൻ ഓപ്ഷൻ എ MS സ്വാമിനാഥൻ, അദ്ദേഹം ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് കേട്ടോ. ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. അടുത്തത്, ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും നീളമുള്ള ഉപദ്വീപീയ നദി. ഈ നദികളെ കുറിച്ചൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതില് കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ഞാനിവിടെ പറയുന്നുണ്ട്. ഇതില് നർമ്മദയുണ്ട്, താപ്തിയുണ്ട്, അതുപോലെ ലൂണി, പെരിയാറ്. അപ്പൊ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുതാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പൊ ഓപ്ഷൻ എ നർമ്മദയാണ് അതിന്റെ ഉത്തരം വരുന്നത്. നർമ്മദ. കുറച്ച് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. അപ്പൊ ഈ ഓപ്ഷൻസിൽ രണ്ടെണ്ണേ അതിൽ പെട്ടതേ ഉള്ളൂ. ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. അതിൽ നർമ്മദയും താപ്തിയും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബിയും സിയും കളയാം. എന്നിട്ട് നർമ്മദയാണോ താപ്തിയാണോ നോക്കുക. അതിൽ ഏറ്റവും വലുത് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് അതായിരിക്കും അതിന്റെ ഉത്തരം വരുന്നത്. ഇപ്പൊ എപ്പോഴും ഉപദ്വീപീയ നദിയിൽ എത്ര എണ്ണത്തിന്റെ പേര് ഓപ്ഷനിലുണ്ട് നോക്കുക. ഞാൻ അതിനകത്ത് ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ഏറ്റവും വലുതാണോ ചെറുതാണോ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ നോക്കിയിട്ട് എടുക്കണം. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ പെട്ടതാണ് നർമ്മദയും താപ്തിയും. അതിലെ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. അതുപോലെ തന്നെ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി അറിയോ? ഏറ്റവും നീളം കൂടിയ നദി ഇത് തന്നെയാട്ടോ. പിന്നെ ഏറ്റവും പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി, അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി, വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ്, ഇന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചിലതിന്റെ ഉത്തരം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള നിങ്ങൾ എന്ത് ചെയ്യണം? അത് വെച്ചിട്ട് നീളം കൂടിയതും നീളം കുറഞ്ഞതും അതുപോലെ വലുതും ചെറുതും അങ്ങനെയൊക്കെ പഠിക്കണം കേട്ടോ. അടുത്തത്, ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഒരു ഭൂസമാന ഗ്രഹത്തിന്റെ സ്വഭാവ സവിശേഷത ഏതാണ്? ഭൂസമാന ഗ്രഹത്തിന്റെ സവിശേഷത അല്ലെങ്കിൽ ആ ഒരു സ്വഭാവ സവിശേഷത ഏതാണ്? വാതക സ്വഭാവം, ശിലാ സ്വഭാവം, വലിപ്പമേറിയവ, സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ. Which among the following is the character feature of a terrestrial planet? Gases in nature, rocky in nature. അതെ, ശിലാ സ്വഭാവം, റോക്കി ഇൻ നേച്ചർ, ലാർജർ ഇൻ സൈസ്, ഫാർദസ്റ്റ് ഫ്രം ദ സൺ. അപ്പൊ ശിലാ സ്വഭാവമാണ് ഉത്തരം. ഇത് നദിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഗ്രഹങ്ങളുടെ കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. വലുതേതാ, ചെറുതേതാ, ഉപഗ്രഹം ഉള്ളത് ഏതാ, ഉപഗ്രഹം ഇല്ലാത്തത് ഏതാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വരും. ഇത് അതിന്റെ പേര് പഠിക്കാനുള്ള ഒരു ഷോർട്ട് ഫോം ആണ്. മൈ വെരി എഫിഷ്യന്റ് മദർ ജസ്റ്റ് സെർവ് അസ് നെറ്റ്സ്. എല്ലാത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ വരുന്നത് ഓരോ ഇതിന്റെ പേരാണ് കേട്ടോ. മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അങ്ങനെ. ഇനി അതിൽ നിങ്ങൾ പഠിക്കേണ്ടത്, ഞാൻ പറഞ്ഞില്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 2-3 ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുള്ളൂ. പ്ലൂട്ടോയെ 2006 ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നും കുള്ളൻ ഗ്രഹങ്ങളുടെ പട്ടികയിലേക്ക് തരം താഴ്ത്തിയത്. അപ്പൊ ചിലപ്പോ ചോദിക്കും പ്ലൂട്ടോയെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നും മാറ്റിയത് ഏത് വർഷമാണെന്ന് ചോദിക്കും. പ്ലൂട്ടോ ഇപ്പൊ ഏത് പട്ടികയിൽ പെട്ടതാണെന്ന് ചോദിക്കും. കുള്ളൻ ഗ്രഹമാണ്, മാറ്റിയത് 2006. പിന്നെ നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. ഓക്കെ. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹമാണ് ബുധൻ. അതുപോലെ തന്നെ ഒരു ഉപഗ്രഹം മാത്രമുള്ളത് ഭൂമിയാട്ടോ. സൂര്യന്റെ അരുമ എന്നറിയപ്പെടുന്നത് ശുക്രൻ. അപ്പൊ അതുപോലെ ഏറ്റവും വലുത് പഠിക്കുക, ചെറുത് പഠിക്കുക, അതുപോലെ ഒരു ഉപഗ്രഹം മാത്രമുള്ളത് പഠിക്കുക, ഉപഗ്രഹങ്ങൾ ഇല്ലാത്തത് പഠിക്കുക. പിന്നെ പല കളറിന്റെ പേരിൽ ഇപ്പൊ നീലഗ്രഹം പറഞ്ഞ പോലെ ചുവപ്പ് പറയുന്നുണ്ട്. അപ്പൊ അതെന്തായാലും നിങ്ങൾ കണക്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ കേട്ടോ. ഇനി 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ ലിംഗാനുപാതം ഏറ്റവും ഉയർന്നിരിക്കുന്ന സംസ്ഥാനം ഏതാണ്? വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ ആസ് പെർ സെൻസസ് 2011? അപ്പൊ അതിലിപ്പോ 2021 സെൻസസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴും 2011 കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. 2021 അപ്ഡേറ്റ് ആവുന്നത് ഇതിന്റെ അനുസരിച്ച് നിങ്ങൾ അതും കൂടെ അപ്ഡേറ്റ് ആവണം കേട്ടോ. അതായത് കറണ്ട് അഫയേഴ്സിലൊക്കെ വരുമ്പം ആ ഒരു 2021 കൂടെ പഠിക്കണം. അപ്പൊ 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ലിംഗാനുപാതം ഏറ്റവും ഉയർന്നിരിക്കുന്ന സംസ്ഥാനം നമ്മുടെ സ്വന്തം സംസ്ഥാനമാണ് കേരളം. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. 2021 സെൻസസ് ഏത് മാധ്യമത്തിലാണ് ആദ്യമായി നടത്തുന്നത്? അപ്പൊ നമ്മുടെ മൊബൈൽ ആപ്പ് വെച്ചിട്ടായിരുന്നു അത് നടത്തിയത്.
പിന്നെ ആധുനിക കാലത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് 1872 മായോ പ്രഭു ആണ് നടത്തിയത് കേട്ടോ. ആധുനിക കാലത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കാറുണ്ടല്ലോ ഇങ്ങനെ പുരാതന കാലം, അതിന്റെ ഇടയ്ക്കുള്ളത് മധ്യകാലഘട്ടം, പിന്നെ മോഡേൺ എന്ന് പറഞ്ഞ് പഠിക്കാറ്. അപ്പൊ മോഡേൺ ഏജില് ആദ്യമായിട്ട് ഇന്ത്യയിൽ സെൻസസ് നടത്തിയത് 1872 ആരാണ്? മായോ പ്രഭു എന്ന് പറഞ്ഞ ആളാണ് നടത്തിയത്. ഇനി 2021 സെൻസസിന്റെ ചിഹ്നമുണ്ട്, ഒരു പിക്ചർ ഉണ്ട്. അതൊരു സ്ത്രീ കണക്കെടുപ്പുകാരന്റെ ചിത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്ത്രീ കണക്കെടുപ്പുകാരന്റെ ചിത്രമാണ്. ഇനി സ്വാതന്ത്ര്യം മുതൽ 2021 ഇന്ത്യയുടെ സെൻസസ് എത്രാമത്തെയാണെന്ന് കേട്ടോ? 8ാമത്തെയാണ്. 2021 നടന്നത് 8ാമത്തെയാണ്. പിന്നെ ഇന്ത്യയിലെ സെൻസസ് 2021 എത്ര ഭാഷയിലാണ് നടത്തുന്നത്? അത് നടത്തി കഴിഞ്ഞല്ലോ. അത് നടത്തിയത് ഏതാണ്? 16 ഭാഷകളിലാണ് നടത്തിയത്. 2021 സെൻസസ് ഏത് മാധ്യമത്തിലാണ് ആദ്യമായി നടത്തുന്നത് വെച്ചാൽ മൊബൈൽ ആപ്പിലാണ്. അതിലെ ചിഹ്നം എന്ന് പറയുന്ന ഒരു സ്ത്രീ കണക്കെടുപ്പുകാരിയുടെയാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം തൊട്ട് തുടങ്ങി പറയുമ്പോൾ 8ാമത്തെയാണ്. അതുപോലെ ഇന്ത്യയിലെ സെൻസസ് 2021 എത്ര ഭാഷയിലാണ് നടത്തുന്നത്? 16 ഭാഷയിലാണ്. ഇതാണ് കേട്ടോ പിക്ചർ. സ്ത്രീ അങ്ങനെ കണക്കെടുക്കാൻ വരുന്ന ഒരു സ്ത്രീയുടെ പിക്ചറാണ് ആ ഒരു ചിഹ്നം എന്ന് പറയുന്നത്. അടുത്തത്, ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശിലാമണ്ഡലത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ്? നമ്മുടെ ഭൂമിയുടെ ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഉള്ളറകളില്ലേ 8ാം ക്ലാസ്സിലെ, അതാണ് കേട്ടോ. ഉപരിമാൻഡിലും അധോമാൻഡിലും, ഭൂവൽക്കവും ഉപരിമാൻഡിലും, അതുപോലെ തന്നെ ഏതാണ്? ഭൂവൽക്കവും അകക്കാമ്പും, പിന്നെ മാൻഡിലും അകക്കാമ്പും. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് ദ ലിത്തോസ്ഫിയർ? അപ്പർ ആൻഡ് ലോവർ മാൻഡിൽ, ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ, ക്രസ്റ്റ് ആൻഡ് കോർ, മാൻഡിൽ ആൻഡ് കോർ. അതിലിങ്ങനെ പറയുന്നുണ്ടല്ലോ എന്താണ്? ഭൂവൽക്കത്തിന്റെയും ഉപരിമാൻഡിലിന്റെ പകുതി ഭാഗം കൂടി ചേർന്നാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്, ശിലാമണ്ഡലം എന്ന് പറയുന്നത്, ലിതോസ്ഫിയർ എന്ന് പറയുന്നത് പറഞ്ഞിട്ട് തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരം കേട്ടോ. ഭൂവൽക്കവും ഉപരിമാൻഡിലും. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടല്ലോ, ഭൂമിയുടെ ആന്തരിക ഘടന. ഫസ്റ്റ് ഏതാ വരുന്നത്? ഒരു മുട്ടത്തോട് പൊട്ടിച്ചിങ്ങനെ വെക്കുന്ന പോലെയാണ് അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് അല്ലെ. ഭൂവൽക്കമുണ്ട്, മാൻഡിലുണ്ട്, പുറക്കാമ്പുണ്ട്, അകക്കാമ്പുണ്ട് അല്ലെ. ഇനി ഓരോന്നിന്റെയും പ്രത്യേകത. ഭൂമിയുടെ ഏറ്റവും നേർത്ത പുറന്തോടിനെയാണ്, താരതമ്യേന നേർത്ത പുറന്തോടിനെയാണ് നമ്മള് എന്തെന്ന് പറയുന്നത്? ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അതിന് 2 ഭാഗങ്ങളാണ്, കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും. അതായത് വൻകര ഭൂവൽക്കവും അതുപോലെ തന്നെ സമുദ്ര ഭൂവൽക്കവും. അപ്പൊ അതിന്റെ സൈഡിൽ കൊടുത്തിട്ടില്ലേ, സിമയും സിയാലും ചോദിക്കാറുണ്ട് കേട്ടോ. സിമ സിയാല് ഏതിന്റെ ഭാഗമാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഭൂവൽക്കം മാൻഡിൽ കോർന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഭൂവൽക്കത്തിന്റെ ഭാഗമാണ് സിയാൽ അല്ലെങ്കിൽ സിമ. അപ്പൊ വൻകര ഭൂവൽക്കം, ക്രസ്റ്റ് ഓഷ്യാനിക് ക്രസ്റ്റും കോണ്ടിനെന്റൽ ക്രസ്റ്റും അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ ഭാഗത്തിനെ അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിയാൽ. അതിന് കാരണം സിലിക്ക എന്നും അലുമിന എന്നും പറയുന്ന 2 ധാതുക്കൾ, 2 മിനറൽസ് അവിടെ ഉള്ളത് കൊണ്ടാണ് വൻകര ഭൂവൽക്കത്തെ അതായത് കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ സിയാൽ എന്ന് വിളിക്കുന്നത്. സിലിക്കയും അലുമിനയും. ഇതേപോലെ തന്നെ സിലിക്കയും മാഗ്നീഷ്യവും ഉള്ളത് കൊണ്ട്, അടങ്ങിയിരിക്കുന്നത് കൊണ്ട് സമുദ്ര ഭൂവൽക്കത്തെ ഓഷ്യാനിക് ക്രസ്റ്റിനെ നമ്മൾ സിമ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ സിമ എന്ന ഭാഗം അല്ലെങ്കിൽ സിമ എന്തുകൊണ്ടാണ്? സിലിക്കയും അലുമിനിയം ഉള്ളത് കൊണ്ടാണ് സിയാൽ വരുന്നത്. സിയാൽ, സിലിക്കന്റെ SIയും അലുമിനിയത്തിന്റെ ALഉം. അപ്പൊ സിയാല്. ദെൻ സിലിക്കയുടെ SIയും മഗ്നീഷ്യത്തിന്റെ MAയും കൂടി ചേർന്ന് സിമ എന്ന് പറയുന്നു. അപ്പൊ സിമയും സിയാലും ക്രസ്റ്റിന്റെ ഭാഗമാണ്. സിയാല് കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെയും അതായത് വൻകര ഭൂവൽക്കത്തിന്റെയും, സിമ ഓഷ്യാനിക് ക്രസ്റ്റിന്റെ അതായത് സമുദ്ര ഭൂവൽക്കത്തിന്റെയും ഭാഗമാണ്. ദെൻ അതിന്റെ തൊട്ട് താഴെയായിട്ടുള്ളതാണ് മാൻഡില്. മാൻഡിലിന് 2 ഭാഗമുണ്ട്, ഉപരി മാൻഡിലും അധോ മാൻഡിലും. അപ്പൊ ഉപരി മാൻഡിൽ എന്ന് പറയുമ്പം അവിടെ ഖരാവസ്ഥയാണ്, ഒരു എന്താ പറയാ സോളിഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. അധോ മാൻഡിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു
ഹാഫ് ലിക്വിഡ് ആയിട്ടുള്ള പകുതി എന്താണ് പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ് ആണ് വരുന്നത്. പകുതി എന്താണ് മുഴുവനായിട്ടും എന്താ ലിക്വിഡ് അല്ല. ഇതിനെ നമ്മൾ പറയില്ല എന്തിന്റെ പറയാ, ഇപ്പൊ ഒരു നമ്മള് ടാറിന്റെ ഒക്കെ പോലെ എന്ന് പറയാം. എന്നാലും കറക്റ്റ് ആയിട്ട് വെള്ളം പോലെ ഇങ്ങനെ ലൂസ് ആയിട്ടുള്ള ലിക്വിഡ് ആയിട്ടുള്ള ഒരു സാധനമല്ല, എന്നാൽ എന്താണ് ഖരമല്ല. അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുന്നതാണ് അധോമാന്റിൽ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വന്നത് കാമ്പ് അല്ലെങ്കിൽ കോർ. അകക്കാമ്പും ഉണ്ട് പുറക്കാമ്പും ഉണ്ട്. ഭൂവൽക്കത്തിന് രണ്ടെണ്ണം ഉണ്ട്, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. മാൻഡിലിന് രണ്ട് ഭാഗമുണ്ട്, ഉപരിമാൻഡിലും അധോമാൻഡിലും. കാമ്പിനും രണ്ടെണ്ണം ഉണ്ട്, പുറക്കാമ്പും അകക്കാമ്പും. ഇനി ഇവിടെയുണ്ട് ഒരു എന്താണ് രണ്ട് മിനറൽസ് ഉണ്ട്. എന്താണ്, ഒന്ന് നിക്കലും അതുപോലെ തന്നെ ഇരുമ്പ്. ഇരുമ്പിന് ഫെറം എന്നുള്ള പേരുള്ളത് കൊണ്ട്, അയൺ അല്ല ഫെറം എന്ന് പറയുന്നത് കൊണ്ട് നിക്കലിന്റെ എൻഐയും ഫെറത്തിന്റെ എഫിയും കൂട്ടി നിഫെ എന്ന് വിളിക്കുന്നു കേട്ടോ. നിക്കലും ഫെറവും, ഫെറം എന്ന് പറഞ്ഞാൽ ഇരുമ്പാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പൊ നിക്കലിന്റെ എൻഐയും ഫെറത്തിന്റെ എഫിയും കൂട്ടി നിഫെ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, ഫസ്റ്റത്തത് ക്രസ്റ്റ്, സെക്കൻഡ് മാൻഡില്, തേർഡ് കോറ്. ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. ഭൂവൽക്കം രണ്ടെണ്ണം ഉണ്ട്, രണ്ട് പാർട്ടുണ്ട്, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. വൻകര ഭൂവൽക്കത്തിനെ സിയാൽ എന്ന് വിളിക്കുന്നു, അവിടെ സിലിക്കയും അലുമിനിയം അടങ്ങിയതുകൊണ്ട്. സമുദ്ര ഭൂവൽക്കത്തിനെ സിമ എന്ന് വിളിക്കുന്നു, അവിടെ സിലിക്കയും മഗ്നീഷ്യം അടങ്ങിയതുകൊണ്ട്. ദെൻ മാൻഡിലിന് രണ്ട് ഭാഗമുണ്ട്, ഉപരിമാൻഡിലും അധോമാൻഡിലും. ഉപരിമാൻഡില് ഖരാവസ്ഥയിലാണുള്ളത്, അധോമാൻഡിൽ എന്ന് പറയുമ്പോൾ പകുതി അർദ്ധദ്രവാവസ്ഥയിലാണുള്ളത്. കാമ്പ് രണ്ട് ഭാഗമുണ്ട്, അകക്കാമ്പും പുറക്കാമ്പും. പുറക്കാമ്പിലെ പദാർത്ഥങ്ങളെല്ലാം പകുതി ഉരുകിയ അവസ്ഥയിലാണുള്ളത്, അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിൽ, മൊത്തം ഉരുകിയ അവസ്ഥയിലാണുള്ളത്. ദെൻ നമ്മുടെ ഈ ഒരു കാമ്പിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, നിഫെ എന്ന് വിളിക്കുന്നുണ്ട്. അവിടെ നിക്കലും ഫെറവും, അതായത് ഇരുമ്പിന്റെ ആ ഒരു ഭാഗം ഉള്ളത് കൊണ്ട് നിഫെ എന്നവിടെ വിളിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത്, കേരളത്തില് കയർ വ്യവസായം കൂടുതലായി കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ കയർ വ്യവസായം കൂടുതലായി കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഏത് ജില്ലയിലാണ്? പാലക്കാട്, ആലപ്പുഴ, ഇടുക്കി, വയനാട്. ആലപ്പുഴ മാം. ആലപ്പുഴ. അപ്പൊ ഇനി വേറെ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? നെല്ല്. പാലക്കാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ആലപ്പുഴ അല്ലല്ല, കോഴിക്കോടാട്ടോ. നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാ ചോദിച്ചിരിക്കുന്നേ, കോഴിക്കോട്. അടുത്തത്, വൈദ്യുത ചാർജുള്ള കണങ്ങൾ മുഖ്യമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളി. അന്തരീക്ഷ പാളികൾ അറിയാലോ, തെർമോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, ട്രോപ്പോസ്ഫിയർ, മെസോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എന്താണ് അന്തരീക്ഷ പാളികളുണ്ട്. അതില് വൈദ്യുത ചാർജുള്ള കണങ്ങൾ മുഖ്യമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണെന്നാണ് ക്വസ്റ്റ്യൻ. തെർമോസ്ഫിയർ ആണോ? തെർമോസ്ഫിയർ ആണ് കേട്ടോ. അതില് നമുക്ക് അന്തരീക്ഷ പാളികള് എന്താണ് 5 പാളികളാണ് ഉള്ളത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, അതുപോലെ എക്സോസ്ഫിയർ. അപ്പൊ അതില് ട്രോപ്പോസ്ഫിയറിലാണ് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം ഒക്കെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഓസോൺ പാളി വരുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് വരുന്നത്. പിന്നെ മിസോസ്ഫിയറിൽ നമ്മൾ പറയുമ്പോ എന്താ, അല്ല ഇടിമിന്നലൊക്കെ കാണുന്നത് എവിടെയാ? ഇടിമിന്നൽ കാണുന്നത് ഇടിമിന്നലൊക്കെ എവിടെയാ കാണുന്നത്?
ഒന്നാമത്തേലാട്ടോ. അതുപോലെ ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് എവിടെയാ? ആ ക്വസ്റ്റ്യൻ അതൊക്കെ പഠിക്കണം കേട്ടോ. അതായത് വിമാനം പറക്കുന്നതിന് അനുയോജ്യമായ അതിന് ഐഡിയൽ ആയിട്ടുള്ള ഏത് ലെയർ ആണ്, അല്ലെങ്കിൽ ഏത് അന്തരീക്ഷ പാളിയാണ്. അതുപോലെ ഓസോണിന്റെ ചോദിക്കുന്നുണ്ട്. ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് എവിടെയാണെന്ന് പഠിക്കണം. അതുപോലെ റേഡിയോ പ്രക്ഷേപണം ഇല്ലേ, അതിന് നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു ലെയർ ഉണ്ട്, അത് പഠിക്കണം. പിന്നെ ഇടിമിന്നൽ കാണുന്നത് പഠിക്കണം. അതുപോലെ അയണോസ്ഫിയർ എന്ന് പറഞ്ഞ ഒരു സംഭവം, അത് ഏതിന്റെ ഭാഗമാണ് അയണോസ്ഫിയർ, അതൊക്കെ പഠിക്കണം കേട്ടോ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതി കാലയളവിനെ പ്രതിനിധീകരിക്കുന്നത് ഏത്? 12ാം പഞ്ചവത്സര പദ്ധതി, അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് സ്റ്റോപ്പ് ആയല്ലോ. വലിയ അതിന്റെ ഇതൊക്കെ മാറ്റിയില്ലേ? ഏത് കാലഘട്ടമാണ്? 2012-17. അതെ, 2012-2017 കാലഘട്ടമാണ് 12ാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. അത് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഈ ഒരു ആശയം കടമെടുത്തിരിക്കുന്നത്. ഇനി കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത്. ഇനി വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? രണ്ടാമത്തേതാണ്. അപ്പൊ ഒന്നാമത്തേത് കാർഷികമാണ്, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. രണ്ടാമത്തേത് ഇൻഡസ്ട്രി, വ്യവസായമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് തുടങ്ങിയത്? ഹരിത വിപ്ലവത്തിന്റെ നായകൻ നമ്മൾ പറഞ്ഞില്ലേ, എം എസ് സ്വാമിനാഥൻ. അപ്പൊ ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് തുടങ്ങിയത്? 3ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് കേട്ടോ. ഇനി ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി, നമ്മുടെ കുറെ ജനകീയപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കുറെ എന്താ പറയാ, നമുക്ക് കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഈ കുടുംബശ്രീ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കുറെ നമ്മള് ജനങ്ങളുമായിട്ട് കുറച്ചും കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ വന്നൊരു പദ്ധതിയാണ്. അത് 9ാം കാലഘട്ടമാണ്. അപ്പൊ അതിന്റെ സവിശേഷത ഒന്ന് പഠിക്കണം കേട്ടോ, 9ാമത്തെ പദ്ധതിയുടെ. പിന്നെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2012-2017. ഇനി കുറെ ഇത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഡൈനാസ്റ്റീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ അശോകൻ ഉൾപ്പെടുന്ന രാജവംശം ഏതാണ്? ഗുപ്തന്മാർ, ശാകന്മാർ, ശതവാഹനന്മാർ, മൗര്യന്മാർ. അശോക ചക്രവർത്തി ഏതിലാ? മൗര്യ കാലഘട്ടത്തിലാണ് അശോക ചക്രവർത്തി വരുന്നത്. അപ്പൊ ബാക്കിയുള്ളവർ ആരാ നോക്കട്ടോ. അപ്പം ഗുപ്ത കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായിട്ടാണ് ഗുപ്ത കാലഘട്ടത്തിനെ കണക്കാക്കുക. ചരിത്രകാരന്മാർ പറയുന്നത് ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായിട്ടാണ് കണക്കാക്കുക. അങ്ങനെ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. അതിലെ പ്രധാനപ്പെട്ട 2-3 അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയരായ ഭരണാധികാരികളാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. പിന്നെ അതിൽ ശതവാഹനന്മാര് ചോദിച്ചിട്ടുണ്ടായി. മൗര്യ സാമ്രാജ്യത്തിന് ശേഷം പടിഞ്ഞാറൻ ഇന്ത്യയിലും ഡക്കാനിലും അതുപോലെ മധ്യ ഇന്ത്യയിലൊക്കെ ഉയർന്നു വന്ന ഒരു ശക്തിയാണ് ശതവാഹന സാമ്രാജ്യം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും, ഭൂപടത്തിന്റെയാണ്. അപ്പം ധരാതലീയ ഭൂപടത്തിലെ നീല നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? നെൽപ്പാടം, വനം, ജലാശയങ്ങൾ, കൃഷിയിടം. നമ്മൾ എപ്പോഴും ചിത്രം വരയ്ക്കുമ്പോൾ നീല കളർ കൊടുക്കുന്ന ഏതാണ്? നമ്മൾ നദിയോ പുഴയോ അല്ലെങ്കിൽ കുളമൊക്കെ വരയ്ക്കുമ്പം എപ്പോഴും നീല കളർ കൊടുക്കാറുണ്ട് അല്ലെ. ആകാശത്തിനും നീല കൊടുക്കാറുണ്ട്. താഴെയാണ് വരയ്ക്കുന്നെങ്കിൽ നമ്മൾ എന്ത് കിണർ വരച്ചാലും കുളം വരച്ചാലും പുഴ വരച്ചാലും ഒക്കെ നമ്മൾ കൊടുക്കുന്ന കളർ നീലയാണ് അല്ലെ. അപ്പൊ അതില് കളേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ, എന്ത് വെള്ളവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എന്ത് വന്നാലും അത് നീല കളറാണ്. പിന്നെ അക്ഷാംശ രേഖാംശ രേഖകള്, വരണ്ട ജലാശയം, വെള്ളം ഇല്ലാത്തത് കാണിക്കുകയാണെങ്കിൽ, അതുപോലെ റെയിൽപാത, ടെലിഫോണ്, ടെലിഗ്രാഫ് ലൈന്, അതിർത്തി രേഖകളൊക്കെ കൊടുക്കുമ്പോൾ കറുപ്പാണ്. പിന്നെ ചെടികള്, മരങ്ങള്, കുറ്റിച്ചെടികള്, വനങ്ങള്, ഇതൊക്കെ കൊടുക്കുമ്പോൾ പച്ചയാണ്. കൃഷി സ്ഥലങ്ങളാണെങ്കിൽ മഞ്ഞയാണ്. ഇനി കൃഷി ചെയ്യാത്ത തരിശു ഭൂമിയായിട്ട് കിടക്കുകയാണെങ്കിൽ അത് വെള്ളയാണ്. പിന്നെ വീട്, റോഡ്,
അങ്ങനെ ഈസ്റ്റ് നോർത്ത് അങ്ങനെ നമ്പറുകളൊക്കെ ഗ്രിഡ് ലൈനുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ചുവപ്പാണ്. പിന്നെ മണൽക്കൂനകള്, കുന്നുകള്, കോണ്ടൂർ രേഖകൾ അവരുടെ നമ്പറുകളൊക്കെ കൊടുക്കുമ്പോൾ അത് തവിട്ടാണ്. ഇത് കളറ്. അടുത്തത് ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സിമ്പിൾസ് കൊടുത്തിട്ട് അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നും കൂടെ വരാം. അപ്പൊ നിങ്ങൾ കളർ മാത്രമല്ല സിമ്പിൾസും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. ടാറിട്ട റോഡാണെങ്കിൽ 2 റെഡ് ലൈൻ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ 2 ലൈൻ അതിന്റെ ഇടക്ക് കണ്ടു കഴിഞ്ഞാൽ റെയിൽ ലൈൻ ആണെന്ന് തോന്നുന്നത് എന്താണ്, റെയിൽ ലൈൻ തന്നെയാണ്. പിന്നെ അരുവിയാണെങ്കിൽ വെള്ളയില് ജസ്റ്റ് ഇങ്ങനെ കറവായിട്ടുള്ള ലൈൻ വരച്ച അത് നദിയാണ്, സോറി അരുവിയാണ്. ആ കർവ് ലൈനിന്റെ കൂടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ അതെന്താണ്, നദിയാണ്. പിന്നെ റെഡ് പാർപ്പിടങ്ങളും അമ്പലവും പള്ളിയും എല്ലാം റെഡ് കളറാണ് കാണിക്കുക. അപ്പൊ കുരിശ് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അതെന്താണ്, ചർച്ചാണ്. പിന്നെ ഒരു പള്ളി, ഒരു വീട് പോലെ ഒരു എന്താ പറയാ വീടിന്റെ ഷേപ്പ് ഉള്ളത് ശരിക്കും വീടല്ല, അത് അമ്പലമാണ്. അതിന്റെ മുകളിൽ ഒരു ലൈൻ പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം പള്ളിയാണ്. ദെൻ ഇങ്ങനെ ബ്രിക്സ് പോലെ റെഡ് കളർ കൊടുക്കുകയാണെങ്കിൽ അത് പാർപ്പിടാണ്. പിന്നെ PO എന്ന് എഴുതിയ പോസ്റ്റ് ഓഫീസ്, റൗണ്ടില് ബ്ലൂ കളറ് കിണറ്, ദെൻ PS എന്ന് എഴുതിയ പോലീസ് സ്റ്റേഷൻ. പിന്നെ ഇങ്ങനെ നമ്മുടെ ഇതെന്ത് സിമ്പിളാന്ന് എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല. ആ ഒരു സിമ്പിൾ വരുവാണെങ്കിൽ അത് കോട്ട. പിന്നെ പാലം, ഒരു മേഘത്തിന്റെ ഒക്കെ ഷേപ്പിൽ നമ്മൾ ബ്ലൂ കളർ കാണുവാണെങ്കിൽ അത് കുളമാണ്. ട്രയാങ്കിൾ ഷേപ്പില് ബ്ലൂ കളർ വരുവാണെങ്കിൽ അത് കുഴൽക്കിണറാണ്. ദെൻ ഇങ്ങനെ റാറാറ പോലെ വരുവാണെങ്കിൽ അതെന്താണ്, ശവപ്പറമ്പാണ് കേട്ടോ. അപ്പൊ സിമ്പിൾസും കൂടെ നിങ്ങൾ എപ്പോഴും നോക്കി വെക്കണം, കളർ മാത്രം നോക്കിയാൽ പോരാ കേട്ടോ. ഇതാണ് നമ്മുടെ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട് കേട്ടോ. CBSE NCERTയുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണ് ഇത് ഉള്ളത്. എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ആണെങ്കിൽ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനകത്താട്ടോ ഉള്ളത്. ഓക്കെ, അടുത്തത് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഇറ്റാലിയൻ നഗരം ഏത്? വെനീസ്, ലണ്ടൻ, പാരീസ്, കോൺസ്റ്റാന്റിനോപ്പിൾ. ഏതറിയോ? വെനീസ് ആണ് കേട്ടോ. ഓപ്ഷൻ A വെനീസ്. അപ്പൊ ഇതിൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ള ഒരു വാക്ക് നിങ്ങൾ മറ്റേ നമ്മൾ ആ ഇത് പഠിച്ചില്ലേ നേരത്തെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പറയാം, നവോത്ഥാനത്തിന്റെ പിതാവ് ആര് എന്നുള്ള ആ ഒരു ചാപ്റ്റർ ഉണ്ട് സെവൻത്തിലെ സോഷ്യൽ. അതിനകത്ത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞൊരു വാക്ക് പഠിക്കുന്ന പേര് നിങ്ങൾ കേൾക്കും. അത് കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ, അതായത് ബൈസൻ സാമ്രാജ്യം എന്ന് പറയും, തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിൾ അത് ഇന്നത്തെ ഇസ്താംബൂൾ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഒട്ടോമൻ തുർക്കികളെ 1453 കീഴടക്കിയ സംഭവമാണ് ചരിത്രത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പതനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ, അതായത് ബൈസന്റൈൻ സാമ്രാജ്യം, അതിന്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അതിന്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബൂൾ എന്നാണ്. ഒട്ടോമൻ തുർക്കികൾ 1453 അത് കീഴടക്കിയത്. ആ ചരിത്രം ഇപ്പോഴും നമ്മുടെ ഹിസ്റ്ററിയിൽ അറിയപ്പെടുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പതനം എന്നാണ് കേട്ടോ. അടുത്തത് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധമുള്ള നദി ഏതാണ്? പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. ഏതാണ്? നൈൽ. ഓക്കെ. അതിൽ യൂഫ്രട്ടീസ് ഉണ്ട്, ടൈഗ്രിസ് ഉണ്ട്, ഡാന്യൂബ് ഉണ്ട്, നൈലുണ്ട്. ഇനി മെസ്സപ്പെട്ടോമിയയുടെ നദി അല്ലെങ്കിൽ മെസ്സപ്പെട്ടോമിയ സംസ്കാരം ഉയർന്നു വന്ന നദിയാണ് ടൈഗ്രിസും യൂഫ്രട്ടീസും. ആ ഒരു പേരിന്റെ അർത്ഥം തന്നെ 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. അപ്പൊ ആ നദികൾ 2 ഏതാണ്? ടൈഗ്രിസും യൂഫ്രട്ടീസും ആണ്. ചൈനീസ് വന്നിട്ടുള്ളത് ഹൊയാങ്ഹോ നദിയുടെ തീരത്താണ്. പിന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ വന്നിട്ടുള്ളത് സിന്ധു നദിയാണ്. അപ്പൊ ഈ സിവിലൈസേഷൻസ് പഠിക്കുമ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ പഠിക്കാനുണ്ട്, ഇവരുടെ സ്ക്രിപ്റ്റ്, ലിപി. അപ്പൊ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ സ്ക്രിപ്റ്റ് ഏതാ? ഹൈറോഗ്ലിഫിക്സ്. മെസ്സപ്പെട്ടോമിയന്റെ യൂണിഫോം ലിപി. ചൈനീസിന്റെ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ കൊടുത്തിട്ടേ ഉള്ളൂ. അതായത് അവർക്ക് പ്രത്യേകിച്ച് ലിപിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ പിക്ടോഗ്രാഫി ആയിരുന്നു, ഒന്ന് പിക്ചർ വരച്ചിട്ടുള്ള സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ചൈനക്കാർക്ക് അങ്ങനെ അല്ലാതെ നമ്മുടെ യൂണിഫോം ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന പോലെ പ്രത്യേകിച്ചൊരു ലിപി ഇല്ലായിരുന്നു, പക്ഷെ ഇങ്ങനെ പിക്ടോഗ്രാഫി ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്.
ഇത് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനകത്തും 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിനകത്തും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ഫിങ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ, സ്ഫിങ്സ് എന്ന് പറഞ്ഞൊരു രൂപം, സിംഹത്തിന്റെ തലയും ഉടലും. അത് ഏതിലായിരുന്നു വന്നത്? ക്ലാസ് ഓർമ്മയില്ല. മെസ്സപ്പെട്ടോമിയ ആണെന്ന് എന്റെ ഒരു ഡൗട്ട്. പിന്നെ ഇത് മമ്മീസ്, പിരമിഡുകള്, മമ്മീസ്, അതൊക്കെ ഈജിപ്ഷ്യൻ. ഇനി വാണിജ്യവാദങ്ങൾക്ക് ഉറവിടമായ ആഗോള മർദ്ദ മേഖലകൾ. കുറെ കാറ്റുകളുടെ പേര് പഠിക്കാനുണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് 10th കൂടുതലായിട്ട് വരുന്നത്. വാണിജ്യവാദങ്ങൾക്ക് ഉറവിടമായ ആഗോള മർദ്ദ മേഖലകൾ: ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ, ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ, ഭൂമധ്യ ന്യൂനമർദ്ദ മേഖലകൾ. വാണിജ്യവാദം എന്ന് പറഞ്ഞിട്ട് പഠിക്കാം. അതായത് ട്രേഡ് വിൻഡ്, അങ്ങനെ കുറെ വിൻഡുകളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. പിന്നെന്താ, മാംഗോ ഷവർ, ലൂ, കാൽബൈശാഖി എന്നൊക്കെ പറഞ്ഞാൽ കുറെ കാറ്റുകളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്തുനിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വാണിജ്യവാദങ്ങൾക്ക് ഉറവിടമായ ആഗോള മർദ്ദ മേഖല ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം കേട്ടോ, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ. അപ്പൊ അതിൽ മാംഗോ ഷവർ എന്താണ്, ലൂ എന്താണ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതൊന്ന് പഠിക്കണേ. അതുപോലെ തന്നെ ഇതും വരാറുണ്ട്, വെള്ളത്തിന്റെ ഒഴുക്ക് വരുന്ന നദികളിൽ വരുന്ന സംഭവങ്ങളില്ലേ, കറൻസ്, ഓഷ്യൻ കറൻസ്, അതിന്റെയും കുറച്ച് പേരുകൾ അത് 9th സ്റ്റാൻഡേർഡിലെ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. അതൊന്ന് പഠിക്കണം കേട്ടോ. ഇനി രാജുവിന്റെ വീടിന്റെ വടക്ക് കിഴക്ക് ദിശയിലാണ് അവന്റെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. സ്കൂളിന് ആപേക്ഷികമായി രാജുവിന്റെ വീടിന്റെ ദിശ കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ്. രാജുവിന്റെ വീടിന്റെ വടക്ക് കിഴക്ക് ദിശയിലാണ് അവന്റെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. സ്കൂളിന് ആപേക്ഷികമായിട്ട് രാജുവിന്റെ വീടിന്റെ ദിശ കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം വരച്ചു നോക്കാം. ഇങ്ങനെ വരക്കുക: നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഇങ്ങനെ വരച്ചിട്ട് ഇവിടെയാണ് രാജുവിന്റെ വീട്. അപ്പൊ രാജുവിന്റെ വീടിന്റെ വടക്ക് കിഴക്കാണ്, ഇത് നോർത്താട്ടോ, വടക്ക് കിഴക്കാണ് എന്ത്, സ്കൂള്. ഇതാണ് രാജുവിന്റെ സ്കൂള്. ഇനി അതിന് ആപേക്ഷികമായിട്ട് രാജുവിന്റെ വീടിന്റെ ദിശയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാ, ഇവിടെ നോർത്ത് സൗത്ത് വരക്കാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇത് വരക്കാം. അത് വരച്ചു കഴിയുമ്പം എന്ത് നോക്കാം, അപ്പൊ എവിടെയാണ് വീട് വരുന്നത്, ഏത് ദിശയിലാ വരുന്നത്? ഇതാണ് വീട്. ഇത് ഏത് ദിശയാണ്? സൗത്ത്, വെസ്റ്റ്. മനസ്സിലായോ? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാ, നോർത്ത്, ഈസ്റ്റ്, അത് സംഭവം വരക്കുക. അതിനുശേഷം ഇത് രാജുവിന്റെ വീടായിട്ട് കണക്കാക്കുക. ഇതിന്റെ ദിശ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഈ എന്താണ്, വെസ്റ്റ് ഈസ്റ്റ് ഭാഗത്താണ് എന്ത് വരുന്നത്, സ്കൂൾ വരുന്നത്. അപ്പൊ അവിടെ സ്കൂൾ വരക്കുക. ആ സ്കൂളിനെ മുൻനിർത്തി നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, ലൈൻ വരക്കുക. എന്നിട്ട് അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ഒക്കെ കൊടുക്കുക. അപ്പൊ നമുക്ക് ഇത് ഏത് ഭാഗത്താന്ന് കണക്കാക്കാൻ പറ്റും. അപ്പൊ ഓപ്ഷൻ വരുന്നത് ഏതാണ്? രാജുവിന്റെ വീടിന്റെ വടക്ക് കിഴക്ക് ദിശയിലാണ് അവന്റെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ഇവിടെ വരക്കാട്ടോ. ഇത് നോർത്ത്,
സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. വടക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടക്ക് അല്ലെ. അപ്പൊ ഇതാണ് വീട്, ഇതാണ് നോർത്ത് ഈസ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇത് നോർത്തും ഈസ്റ്റിന്റെ ഇടക്ക്. അപ്പൊ ഇതാണ് രാജുവിന്റെ സ്കൂള്. അപ്പൊ സ്കൂളിന്റെ അവിടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാ, നോർത്ത് ഈസ്റ്റ് കൊടുക്കുക. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ഇത് ഈസ്റ്റ് വെസ്റ്റ്. അപ്പൊ എവിടെയാ വരുന്നത് വീട്? സൗത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടക്ക്. അപ്പൊ ഏതാ? തെക്ക് കിഴക്ക്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, സോറി, ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി ആട്ടോ വരുന്നത്. 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ടേ. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? രാജാറാം മോഹൻ റോയ്, ആനി ബസന്റ്, സ്വാമി വിവേകാനന്ദൻ, വീരേശലിംഗം. ആരാണ് ബ്രഹ്മസമാജം? രാജാറാം മോഹൻ റോയ്. ആ, അപ്പൊ അതിലെ കുറച്ച് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അവരുടെ സ്ഥാപകരും ഉണ്ട്. തന്നെ നിക്കോ? ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ? അതിലെ ബ്രഹ്മസമാജം, ആര്യസമാജം, രാമകൃഷ്ണ മിഷൻ, അലിഗഡ് പ്രസ്ഥാനം, അതുപോലെ തന്നെ പ്രാർത്ഥന സമാജം, തിയോസഫിക്കൽ സൊസൈറ്റി, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ അതിൽ സത്യശോധക് സമാജ് ട്ടാ, ജ്യോതിബ ഫൂലെ. എനിക്ക് തോന്നുന്നു 7th സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററിയിലാണ് ഇത് വരുന്നത്. പിന്നെ താഴെ കൊടുത്തിരിക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനം ഏതാന്ന് അറിയാലോ? ഒന്നാമത്തെ ഓപ്ഷൻ ആണ് IMF ആണ് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ് അതിൽ വരുന്നത് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അന്തരീക്ഷം ചൂട് പിടിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? സൗരവികിരണം, ഹരിതഗൃഹ പ്രഭാവം, സബ്ലിമേഷൻ, ഘനീകരണം. ഓപ്ഷൻ എ ആണ് ഉത്തരം. സൗരവികിരണം, ടെറസ് ഇൻസൊലേഷൻ ആണ് ഉത്തരം വരുന്നത് കേട്ടോ. ഇതാണ് ആ 4 അതിന്റെ സൂര്യപ്രകാശം ഇങ്ങോട്ട് വന്ന് തിരിച്ചു പോകുന്നതിനുള്ള 4 കാര്യങ്ങള്: താപചാലനം, സംവഹനം, അഭിവഹനം, ഭൗമവികിരണം. ഇതിലുള്ള വേറൊരെണ്ണാണ് ഇൻസൊലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്താണ് സംഭവം എന്നുള്ളത് പറയണം. അഭിവഹനം എന്താണ്, സംവഹനം എന്താണ്, താപചാലനം എന്താണ്, ഭൗമവികിരണം എന്താന്ന് നോക്കണേ. അതിൽ സൗരവികിരണമാണ് നമ്മുടെ ഉത്തരം വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും താങ്ക് യു റംഷീദ. ഓക്കെ, ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഇനി 8:30ക്ക് നമുക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ട് കേട്ടോ. ഡൗട്ട് ഒന്നുമില്ല. നല്ലൊരു എഫക്റ്റീവായ ഒരു ഭാഗമാണ് കേട്ടോ. അങ്ങനെ വളരെ നന്ദിയുണ്ട് ഫ്രം മൈ ഹാർട്ട്. ഓക്കെ, താങ്ക് യു.